നഫീസ് സുലൈമാന്റെ വീണ്ടും കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് മൂന്നാം തവണയാണ് പിടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ എന്താണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്? നസീബ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നസീബ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. 3 തവണ അദ്ദേഹത്തെ എക്സൈസ് സംഘം പിടികൂടി. 2023 2.5 കിലോ കഞ്ചാവുമായി വീട്ടിൽ നിന്ന് പിടികൂടി. 2024 കഞ്ചാവുമായി എക്സൈസ് പോലീസ് സംഘം പിടികൂടി. ഇന്നും പോലീസ് എക്സൈസ് സംഘം അദ്ദേഹത്തെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുകയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും കഞ്ചാവ് മാഫിയ പ്രവർത്തനങ്ങൾ സജീവമായി പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഞ്ചാവ് മാഫിയക്കെതിരെ വലിയ വാദോരാത്ത പ്രസംഗം നടത്തി. ആ രമേശ് ചെന്നിത്തലയുടെ ഉറച്ച അനുയായിയാണ് ഈ പിടികൂടിയ നസീബ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നഹാസ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ നഹാസ് പത്തനംതിട്ട രമേശ് ചെന്നിത്തലയുടെ റൈറ്റ് ഹാൻഡായി പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ കഞ്ചാവ് മാഫിയ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കേന്ദ്രമായി DCC ആഫീസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് നടന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ആ കഞ്ചാവ് വിതരണം ചെയ്തത് ഈ നഹാസ് പത്തനംതിട്ടയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള ഈ പ്രതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കഞ്ചാവ് മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നാടാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലക്കാരനായ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കഞ്ചാവ് മാഫിയ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. മറ്റൊരു കാര്യം, മൂന്നാം തവണയാണ് ഇപ്പോൾ പിടികൂടുന്നത്. ഇദ്ദേഹത്തിന് ഈ പ്രതിക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടാവും. പ്രതിക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടല്ലോ. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സജീവമായ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹായിക്കാൻ സജീവമായി നിൽക്കുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി സജീവമായി അദ്ദേഹത്തെ സഹായിക്കാൻ നിൽക്കുന്നു. ആ പിന്തുണയുള്ളത് കൊണ്ടാണ് വീണ്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ ഈ കഞ്ചാവ് മാഫിയ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്നത്.